അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബശ്ശിർ സഖാഫിയുടെ 2 വോയിസുകൾ എസ്റ്റി മീഡിയ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം സന്തോഷകരമായ വാർത്തകളാണ് മുബശ്ശിർ സഖാഫിയുടെ PM-ലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധരിച്ചു പോയ കുരുവട്ടൂരികൾ മാപ്പ് ചോദിക്കുകയും അവരുടെ തെറ്റ് തിരുത്താൻ തയ്യാറായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ രംഗം പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുബശ്ശിർ സഖാഫിയെ നമുക്കറിയാം, 10 വർഷത്തോളം കുരുവട്ടൂരിസത്തിൽ അകപ്പെട്ടുപോയി സുന്നി പണ്ഡിതന്മാർക്കെതിരെ വളരെ രൂക്ഷമായ നിലയിൽ വിമർശിച്ചിട്ടുള്ളയാളാണ്. പണ്ഡിതന്മാരെ പൊതുസമൂഹം തള്ളിക്കളയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സുന്നി പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ കട്ടുമുറിച്ച് പ്രചരിപ്പിച്ചയാളുമാണ്. അത് അദ്ദേഹം തന്നെ നമ്മോട് പറഞ്ഞത് നാം കേട്ടതാണ്. അദ്ദേഹം ഈ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് കുരുവട്ടൂരിസത്തിൽ പുതുതായി ആരും അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അതിൽ അകപ്പെട്ടു പോയ ആളുകൾ തെറ്റിദ്ധാരണ മൂലം അകപ്പെട്ടു പോയവരാണെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നു. അത് കേട്ടപ്പോൾ കുരുവട്ടൂരിസം തലക്ക് കയറിയ പല ആളുകളും അദ്ദേഹത്തെ ചീത്ത പറയാനും ആക്ഷേപിക്കാനും എസ്റ്റി മീഡിയയുടെ കമന്റ് ബോക്സ് വരെ ദുരുപയോഗം ചെയ്യുകയുണ്ടായി. അതൊന്നും സുന്നി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. സത്യം തുറന്നു പറയുമ്പോൾ വിമർശനങ്ങളും കല്ലേറുകളും ഉണ്ടാകുമെന്ന് ഉറപ്പോടുകൂടി തന്നെയാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, സത്യം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വിമർശിക്കുമ്പോഴും കല്ലെറിയുമ്പോഴും അവർ നന്നാവണമെന്ന ചിന്തയോടുകൂടിയാണ് അവരോട് സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലം നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ട് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. പലരുടെയും വോയിസുകളോ പേരുകളോ ഞങ്ങൾക്കിപ്പോൾ പുറത്തുവിടാൻ നിർവാഹമില്ല. അതുമൂലം അവർക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമോ എന്നവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. മാത്രവുമല്ല, ഇനിയും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് തട്ടിപ്പുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഒരുപാട് സാധുക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപ അവിടെ നിന്ന് ലഭിക്കാനുണ്ട്. അത് മുബശ്ശിർ സഖാഫിയുടെ വോയിസിലൂടെ നിങ്ങളെല്ലാവരും കേട്ടതാണ്. അതൊക്കെ കൊണ്ടാണ് കുരുവട്ടൂരിസത്തിൽ തെറ്റിദ്ധരിച്ചു നിന്നുപോയ ആളുകൾ അവിടെ നിന്ന് പുറത്തു ചാടിയ വിവരം പൂർണ്ണമായി ഞങ്ങൾ നൽകാത്തത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പല പ്രദേശങ്ങളിലും കുരുവട്ടൂരികൾ പണ്ഡിതന്മാരെ തെറി പറയാനും കളവ് പറയാനും പണ്ഡിതന്മാരുടെ പേരിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനും പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഒരു രൂപ പോലും ചെലവില്ലാതെ അതിന്റെ യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ തുടക്കത്തിൽ മൈൻഡ് ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചിരുന്ന ആളുകൾ പോലും അവരുടെ കപടതകൾ മനസ്സിലാക്കി പൊതുജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതുതായി ഒരാളും കുരുവട്ടൂരിസത്തിൽ പോകുന്നില്ല എന്ന് മാത്രമല്ല, അതിലുള്ള പല ആളുകളും കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വരും നാളുകളിൽ തെറ്റിദ്ധരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഈ പരിശ്രമങ്ങൾക്ക് ആഖിറത്തിൽ വലിയ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ സംബന്ധിച്ച് മുബശ്ശിർ സഖാഫി തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക. കാതോർക്കാം മുബശ്ശിർ സഖാഫിയുടെ വാക്കുകൾക്കായി. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഇതിലുള്ള ആളുകളൊന്നും എനിക്കറിയില്ല, എനിക്ക് പരിചയമില്ല. ഇങ്ങനെ പല ആൾക്കാരും എൻ്റെ PM-ൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവരെ ഒരു ഉദാഹരണം വിട്ടാണ്. ഇനി അവരിലേക്ക് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണ്ട, അവർ അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിലനിർത്തും. നമ്മളിഞ്ഞ് ഓല കണ്ടുപിടിച്ചിട്ട് അതുപോലെ തന്നെ അവരെ പരിഹസിച്ചിട്ടോ ആ രൂപത്തിൽ എന്ത് ചെയ്യരുത്, അവരെ വീണ്ടും അതിലേക്ക് തന്നെ കൊണ്ടുപോകരുത്. പരമാവധി ഞാൻ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി സത്യം വല്ലാഹി ഞാനിതുകൊണ്ട് ഉദ്ദേശം എന്താണ്, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. എന്നെ കൊണ്ട് ഒരാൾ ഹിദായത്തിലാക്കുകയാണെങ്കിൽ അത് ദുനിയാവുള്ള സർവസ്വത്തിലേക്കാണ് ഖൈറാണെന്ന് മുത്തനബി പഠിപ്പിച്ച ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ വോയിസ് അയച്ചത്. ആരെങ്കിലും പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും അച്ചാരം തന്നോ ഒന്നുമല്ല. ഞാൻ സ്വന്തം തീരുമാനം മുത്തനബിൻ്റെ ഹദീസ് മാത്രം പരിഗണിച്ചിട്ടാണ് ഞാൻ വോയിസ് വിടുന്നത്.
അത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, ഒരു ഇതുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്, വ്യക്തിഹത്യയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾ പരിഹസിക്കലോ ഒന്നും ഉണ്ടായരുത്. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അല്ല എൻ്റെ വോയിസിൽ ഞാൻ എന്തായാലും അങ്ങനെ പരിഹാസ രൂപത്തിലുണ്ട്, എൻ്റെ ഉള്ള സംഗതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചില ആളുകൾ ആവേശപ്പെടുത്തിട്ടുണ്ട്, അത് എന്തായാലും ഉണ്ടാവും. അത് സത്യം പറയുമ്പോൾ എന്തായാലും പല ആളുകളും വിമർശിക്കും. കാരണം അങ്ങനെയല്ലോ, അതിപ്പോൾ നമ്മൾ കണ്ട ചരിത്രമാണ്. എല്ലാ മഹാന്മാരെയും തേജോവധം ചെയ്യുകയും എല്ലാ മഹാന്മാരെയും ഖദഫ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ ഖിദ്മത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് സാധാരണയാണ്. അത് നമ്മൾ സഹിക്കുക. എന്നെ സംബന്ധിച്ച് ഇനി പറഞ്ഞാൽ ഇനി പത്ര കട്ടിങ്ങോ എന്ത് പ്രശ്നം പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാനൊരു ഈ ഹദീസിൻ്റെ ഇതിൽ മാത്രമാണ്, ആ ഹദീസിൻ്റെ അത് ചിന്തിച്ചിട്ട് മാത്രം ഒരാളെങ്കിലും. കാരണം നമ്മളിതിങ്ങനെ കാണില്ല, പല സാധാരണക്കാരും പല ആളുകളും എന്ത് ചെയ്യാണ്, ആലിമ്യങ്ങളെ തെറി പറഞ്ഞ് നരകത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ കഴിയില്ല. പലതും ദുനിയാവിൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത് നമ്മളെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് അയച്ച്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വോയിസുകളും അതുപോലെ തന്നെ മെസ്സേജുകളും എൻ്റെ PM ധാരാളം വന്നിട്ടുണ്ട്. ഞാനിത് വന്നത് ഫമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ നിഅമത്ത് പറയണമല്ലോ. അപ്പോൾ അതിനൊരു ഒന്ന് രണ്ടെണ്ണം ഞാൻ ഉദാഹരണത്തിന് വിട്ടതാണ്. അത് പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ അത് ആളുകളെ കണ്ടുപിടിച്ച് ഇനി എന്ത് ചെയ്യേണ്ട, നമ്മൾ അവരെ പിന്നാലെ പോകണ്ട. ഇങ്ങനെയുള്ള ആളുകളെ വീണ്ടും ഇനിയും എൻ്റെ PM ബന്ധപ്പെടാനും അതുപോലെ തന്നെ ഈ നമ്മളെ സുന്നത്ത് ജമാഅത്ത് തിരിച്ചു വരാനൊക്കെ എല്ലാവരും ദുആ ചെയ്യണം. വെള്ളിയാഴ്ചയാണ്, എല്ലാവരും ആത്മാവ് ദുആ ചെയ്യാം. കാരണം ഒരാളും അപകടത്തിൽ പെട്ടുപോകരുത്. മനുഷ്യന് ദുനിയാവിൽ എന്തെങ്കിലും ശാരീരികമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ മരുന്നോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് സുഖപ്പെടുത്തി കൊടുക്കാം. പക്ഷെ മനസ്സിന് രോഗം ബാധിച്ചാൽ, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ വിഷമാണ്. ഈമാനില്ലാതെ മരിച്ചു പോയാൽ അതിൻ്റെ കഥ നമുക്കൊക്കെ അറിയാലോ. അപ്പോൾ ആ പേടിയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പം അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, നമുക്ക് അറിയുന്ന സത്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ആൾക്കാരെന്ത് ചെയ്യുക, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അല്ലാതെ നമ്മൾ പ്രകോപനം ഉണ്ടാക്കാനൊന്നും ആരും ശ്രമിക്കാതെ എന്ത് ചെയ്യുക, എൻ്റെ വോയിസ് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, നല്ല നെയ്യത്തിൽ അത് ഷെയർ ചെയ്യുക, അത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുക. അപ്പം എന്ത് ചെയ്യും, നമ്മളെ നെയ്യത്ത് നന്നാവുമ്പോൾ അള്ളാഹു തആല അതിനെന്ത് ചെയ്യും, അസറുണ്ടാക്കി തരും, അതിന് ഫലം ഉണ്ടാക്കി തരും. എൻ്റെ നെയ്യത്ത് നന്നായത് കൊണ്ടാണ് എൻ്റെ വോയിസ് എന്തായത് ഒരുപാട് സ്ഥലത്ത് എത്തുകയും എത്രയോ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് എൻ്റെ പബ്ലിസിറ്റി അല്ല, ഞാൻ വലിയ ആളാനോ അല്ലെങ്കിൽ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലില്ല. അത് എത്തണം. എന്തുകൊണ്ട്, അതിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അത് കേൾക്കുമ്പോൾ ഏത് സാധാരണക്കാരന് കുറച്ചൊരു ഈമാൻ്റെ തെരിയുള്ളവൻ എന്ത് ചെയ്യും, ഓനതൊരു മാറ്റം വരും. കാരണം അത്രയും ഇഖ്ലാസോട് കൂടിയിട്ടാണ് ഞാൻ വോയിസ് അയച്ചത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കുക. ഇനിയും ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരണം. അവർ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന് സുന്നത്ത് ജമാഅത്തിലായി പ്രവർത്തിച്ച് ഈമാനോടുകൂടി മരിച്ച് മഹ്ശറയിൽ നമുക്ക് ഓലൊക്കെ ഒന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.